ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡ് 4ലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം OG സ്കിന്ന് തിരിച്ച് കിട്ടി. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, MSL സെർവറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് തോന്നുന്നു സെർവറിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഈ ബേസിന്, ഈ കൊട്ടാരത്തിന് MSL 10ൽ 10 തന്നെ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താങ്ക് യു ഒക്കെ പറഞ്ഞു. കുറേ സാധനങ്ങൾ കൊടുത്തു, ഒരു എൻട്രപ്പുകൾ ഞാൻ കൊടുത്തു. പിന്നെ ക്യൂഫി വരുമ്പോൾ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ എനിക്കൊരു കുതിരനെ കിട്ടി. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ പേര് ഞാൻ എപ്പോഴും പബ്ലിഷ് ചെയ്യില്ല, എല്ലാം ഇങ്ങനെ തന്നെ പോവുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണില്ലല്ലോ. ഞാൻ വലിയ വലിയ അവിടെ തന്നെ ഇങ്ങനെ ഓടി കൊണ്ട് പോവുക. അടുത്തെത്താറായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മായാവി കുട്ടമ്പിള്ള. മായാവി മാത്രമേ ഉള്ളൂ, കുട്ടമ്പിള്ള ഒന്നുമില്ല, മായാവി ഓൺലി. അപ്പോൾ അതാണ് മായാവി കുട്ടമ്പിള്ള, റെങ്കോക്കുവിൻ്റെ മായാവി കുട്ടമ്പിള്ള. മായാവി സ്പെല്ലിങ് തെറ്റായിട്ട് അടിച്ചു, അപ്പോൾ ഒന്ന് കറക്റ്റ് ആക്കട്ടെ. മായാവി പിന്നെ എനിക്ക് ആലീനെയൊക്കെ കിട്ടിയതിൻ്റെ കാര്യമൊക്കെ അറിയില്ലല്ലേ, എന്താ പറഞ്ഞുതരാം. ആരും ഇതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആലീനെ കിട്ടിയത് ഞങ്ങൾ ഒരു മാപ്പുണ്ട്, ആ മാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയപ്പോൾ കുറേ ആലീനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എണ്ണത്തിന് കിട്ടിയത് മാക്സിമം എടുക്കാൻ കിട്ടണതിനൊക്കെ എടുത്തു, ബാക്കിയിലേക്ക് അവിടെ പെട്ടു. അപ്പോൾ ടാറ്റ, ഞാൻ പോവാണ്. മായാവിക്കുട്ട, അന്ന് നിനക്കൊരു സമ്മാനമായിട്ട് കുറച്ച് പൂവൊക്കെ കുറച്ച് പൂവാണ് തരാം. വേണ്ട. അപ്പോൾ ബേസിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഇൻറ്റീരിയറിൻ്റെ ഒരു വീഡിയോ ആണത്. ഇൻറ്റീരിയർ മാക്സിമം ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ഇൻറ്റീരിയർ സൂപ്പറായിട്ട് ചെയ്യണം. ഇൻറ്റീരിയർ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചു, നിങ്ങൾ കാണിച്ചു തരാം. എടുത്തട്ടെ, ഡോർ തുറന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇൻറ്റീരിയർ ഞാൻ ചെയ്തത്. ഈ നടുക്കിൽ നിൽക്കുന്നതാണ് ഞാൻ. ബാക്കിയുള്ള രണ്ടുപേരും ചാർലി യുഫിയ. അതാ നടുക്കിൽ നിൽക്കണ ഞാൻ ഒന്നുമില്ല, അത് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ഒരു സ്റ്റെയർ വെച്ചാണെന്നുണ്ടാവും. ഒരു സ്റ്റെയർ എടുത്ത് നമുക്ക് അവിടെ വയ്ക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. ഫീലൊന്നും പോയിട്ടില്ല, അതേ ഫീൽ തന്നെ ഉണ്ട്. ഇനി അവിടെ നമുക്ക് കുറച്ച് ഒരു സൈഡ് പോട്ടും ഒരു സൈഡ് രണ്ട് പോട്ട് രണ്ട് സൈഡായിട്ട് വെക്കണം. പിന്നെ മുകളിൽ നമുക്ക് ലാൻഡ് ചെയ്യണം വെക്കണം. അപ്പോൾ ഞാനൊരു പോട്ട് ഉണ്ടാക്കട്ടെ. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. അതിൻ്റെ പേരെന്താണ് അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നമുക്ക് വെക്കണം. ഈ സ്റ്റോറേജ് ഉണ്ടാക്കി ഞാനാണ്, പക്ഷേ ഇത് വെച്ചത് ക്യൂവിയാണ്. അപ്പോൾ അതൊന്നും ഫുള്ളായിട്ടൊന്നും വെച്ചില്ല. പിന്നെ എനിക്ക് കുറേ കാര്യം ചെയ്യാണ്ട്, അത് വുഡിൻ്റെയൊക്കെയാണ്. ഞാനൊരു ഒരു പോട്ട് ഉണ്ടാക്കട്ടെ, ബക്കറ്റ് ഉണ്ടാക്കണം. ഒരു പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ പൂവ് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, പോട്ട് റെഡി. നമ്മളതിൽ പോപ്പിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി പോട്ട് വെക്കാം. ഒരു പോട്ടം വയ്ക്കാം, ഒരു പോട്ട് മതി. മറ്റേ സൈഡ് നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പോട്ട് വെച്ച ഒരു പൂവ്. ഓക്കെ, ഇനി അപ്പുറ സൈഡ് ഒരു ലാൻഡേൺ വെച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ മുകളിൽ ലാൻഡേൺ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മുകളിൽ ഒരു ലാൻഡേൺ കൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ കുറച്ച് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കുറച്ച് അയൺ വേണം. അയൺ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമോ? ഓക്കെ, അല്ല, അതിൻ്റെ കുറച്ച് ഇതുണ്ട്, നെഗറ്റ് ഉണ്ട്. അപ്പോൾ നെഗറ്റ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു ടോർച്ച് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളില്ല അവിടെ, അപ്പോൾ ഉള്ളിൽ പോയി എടുക്കാം. സ്റ്റോറേജിലുണ്ടല്ലോ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ. പിന്നെ എന്തിനാണ് പുള്ളിക്കൊന്ന് കയറട്ടെ. കുഫി ഇവിടെ എന്തൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ലാൻഡേൺ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പുറത്തെ ഡീറ്റെയിൽ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഇപ്പോൾ ഒരു ലാൻഡേൺ ഒന്നും ഇവിടെ കാണില്ല. അപ്പോൾ നമുക്കായിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, നമുക്ക് റെസിപ്പിക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലാൻഡേൺ വന്നിട്ട് അപ്പുറത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ഞാൻ അപ്പുറത്തെ സ്ഥലത്ത് സ്റ്റെയർ വെച്ചു. സ്റ്റെയർ ഉണ്ടായിരുന്നില്ല,
പിന്നെ എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾക്ക് ഇനി സെർവറിലേക്ക് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ ഈ ബേസിൽ എന്തായാലും വന്ന് കയറണം. സെർവറിലേക്ക് ആരെങ്കിലും കയറുന്നുണ്ടെന്നില്ല, എന്തായാലും കയറണം. വന്നിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ ഇതാണ് ക്ലാസിക് ഡിസൈനാണ്. എല്ലാവരും കിച്ചണിന് വേണ്ടി ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ് ഞാൻ ചെയ്തത്. എല്ലാവരും പ്ലേറ്റൊക്കെ ആയിട്ട് പുകയൊക്കെ പോണ പോലെ. പുക എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തൊരു കാണിച്ചു തരാം. അടിയിൽ ക്യാമ്പ് ഫയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫർണസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുക അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതായിട്ട് തോന്നും. അതൊക്കെ എല്ലാവർക്കും അറിയാം. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം. പിന്നെ ഇതും എല്ലാവർക്കും അറിയാം. പൈപ്പ്, ഇത് ബേസൻ, ഇതിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബേസണും പൈപ്പുമായിട്ടുള്ളൊരു ഫീല് കിട്ടും. അതാണ്. പിന്നെ അപ്പുറത്ത് കമ്പോസ്റ്റർ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, അത് വേസ്റ്റ് ബിന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതല്ലാണ്ട് വേറൊരാളും കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവിടെ ഹാളിലിരുന്ന് ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഇത് ചെയ്തു, എൻജോയ്മെൻറ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇതാരാ വെച്ചവിടെ? വേറെ ആരെങ്കിലും ആയിരിക്കും. പിന്നെ ഇവിടെ ആർമർ സ്റ്റാൻഡ് വെച്ചു. അതിൽ ഫുൾ ആർമറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇരിക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആലിയൊക്കെ ഉണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. 2 ആൾക്ക് മാത്രമേ ബുക്കുള്ളൂ. പിന്നെ ഒരു ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ പഠിക്കാനുള്ള സ്ഥലം, ബുക്കൊക്കെ വെച്ച്. ഇത് മാക്സിമം പിശുക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് അധികമായിട്ട് ഇൻറ്റീരിയർ ഉണ്ടാക്കുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും വെക്കണം, അപ്പുറത്തും എന്തെങ്കിലും വെക്കണം. ഇഷ്ടം പോലെ ചെയ്യാനുണ്ട് ഇനിയും. പേജ് ഫുള്ള് കംപ്ലീറ്റ് ആയി എന്ന് പറയാനേ പറ്റില്ല. പേജ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നല്ല പണിയുണ്ട്. പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നല്ല ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പുറത്തിറങ്ങി കാണിച്ചു തരാം. പുറത്ത് ഇനിയും കുറേ സംഭവങ്ങൾ ചെയ്യാണ്ട്. ഇവിടെ ആരും അത് പൊട്ടിച്ചേ? ഞാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. യുഫിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ നെതർ പോർട്ടൽ അവിടെ തന്നെ ഉണ്ട്. അയൺ ഫാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ അവിടെ ചാർലി ഉണ്ടാക്കിയ ഹോഴ്സിൻ്റെ സ്ഥലമുണ്ട്. എൻ്റെ മായാവി അവിടെ തന്നെ ഉണ്ട്. അല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായിട്ടില്ല ഇൻറ്റീരിയർ പണി അല്ലാണ്ട്. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഡയമണ്ട് ആർമർ ആവണം, ഷോപ്പ് ഇടണം, ഡ്രാഗനെ കൊല്ലാൻ പോകണം, വെലേറ്റർ എടുക്കണം. ഇവിടെ എന്താ വെച്ചിട്ടില്ലല്ലോ, അവിടെ വെക്കണം. പിന്നെ ഒരു കൂടോത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർലി ഒരു കൂടോത്രം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നും അറിയില്ല. അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യട്ടെ. നമുക്ക് നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് കൂടോത്രം പരിപാടിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്കൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കുറേ എൻചാൻമെൻറ്റും ചെയ്തിട്ട് നല്ല ഗോഡ് ആർമറൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ എൻഡിക്കും വാർഡനെയും വിതറിനെയൊക്കെ കൊല്ലാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് ബേസ് ഫുള്ള് സെറ്റാക്കണം. അപ്പോൾ ഇവിടെ എന്തെന്ന് വെക്കുക അറിയില്ല. ഇവിടെ നമ്മൾ ബെഡ്റൂം വയ്ക്കും. അപ്പോൾ ആ ബെഡ്റൂം അവിടെ വയ്ക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇനി താഴത്ത് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് അടിപൊളിയുണ്ടല്ലേ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതാണ് ഇൻറ്റീരിയർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് പിന്നെ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ടാറ്റ ബൈ ബൈ. എങ്ങനെ പറയും വിചാരിച്ചേ? എപ്പോഴൊന്നും തീരില്ല. വീഡിയോ ഫുള്ള് കണ്ടു പോയാൽ മതി. പിന്നെ സെർവറിലേക്ക് എല്ലാവരും മാക്സിമം കയറുക. എൻ്റെ ഈ ബേസൊക്കെ നേരിട്ട് കണ്ട് വിസിറ്റ് ചെയ്യണം താല്പര്യമുള്ളവർ സെർവറിലേക്ക് കയറിയാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഇതും വേണ്ട, നേരെ സെർവറിൽ കയറിക്കോ. അപ്പോൾ ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടായിട്ട് ഇവിടെ നല്ല ഇരുട്ട് കിട്ടുക. നൈറ്റായി കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പിന്നെ എൻ്റെ സ്കിൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളി സ്കിന്നല്ലേ, ഞാൻ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഓക്കെ, ഒരു 3 ലാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ വെക്കാം. അവിടെ അങ്ങനെ തൂക്കിയിടാം, എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാം. 3 ലാൻഡ് അവിടെ അല്ലടാ, അവിടെ അല്ല. ടോർച്ച് ഓക്കെ. 3 ലാൻഡ് ഉണ്ടാക്കിയിട്ട് അല്ല അവിടെ തൂക്കിയിടുന്നതിന് കാട്ടി നല്ല ഇവിടെ മറ്റേ ഡിസൈൻ ഫെൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ ഫെൻസ് വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ലാൻഡുകൾ വയ്ക്കാം. ഓക്കെ, അടിപൊളിയുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റേ ചെടി പോലെയുള്ളൊരു സംഭവം കൂടി വെക്കാം. ഫെൻസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലീഫ് വെക്കുന്ന സെറ്റപ്പ്. ലീഫ് എൻ്റെ ഇല്ല, ജസ്റ്റ് ഉണ്ടാവും. സ്റ്റോറേജ് വെച്ച് എത്ര നല്ല അതിലെ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചവറുകൾ പോലെ കിടക്കണ്ടായിരുന്നതാണ്. ഇനി ചവറുകൾ കുറേ അടുത്ത് ഇങ്ങോട്ട് വെക്കാനുണ്ട്. എന്താ ചെയ്യാറില്ല, നല്ല ടൈം എടുക്കും എന്തായാലും. അപ്പോൾ ഇനി
അവിടെയൊക്കെ എന്താ കിടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറേ പണികളുണ്ട്. പിന്നെ ഷോപ്പ് എന്തായാലും ഈ വീഡിയോ തന്നെ ഷോപ്പ് ഉണ്ടാക്കണതിൻ്റെ സംഭവം കാണിക്കും. പിന്നെ 2 ദിവസം ഗ്യാപ്പ് വന്നു ഈ വീഡിയോ ഒന്ന് ഇത് ചെയ്യാനൊക്കെ, റെക്കോർഡ് ചെയ്യാനും എഡിറ്റിങ്ങിനൊക്കെ ഫുള്ള് 2 ദിവസം ടൈം എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് 2 ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റെസ്റ്റോണൊക്കെ എന്താ എഴുതി വെച്ചിരിക്കണേ? റെസ്റ്റോണിന് വേറെ പട്ടി വെച്ചൂടെ? ക്യൂഫിയുടെ പണിയാണ്, വേറെ ആരുടെ അല്ല. അപ്പോൾ ഒരു നമുക്ക് ഐറ്റം ഫ്രെയിം എൻ്റെ പേര് ഐറ്റം ഫ്രെയിമാണ്. ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 3 ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് 3 സ്ഥലത്തും വെച്ചിട്ട് ഓരോന്നിലും ഓരോന്നായിട്ട് നമുക്ക് വെക്കാം. ഇവിടെ അല്ല, അപ്പുറത്ത് വെക്കാം. നമുക്ക് അപ്പുറത്ത് അവിടെ അതിൻ്റെ അടുത്തായിട്ട് വരണം. അതിൽ റെസ്റ്റോൺ കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, റെസ്റ്റോണിൻ്റെ റെയിൽ, പവർ റെയിൽ, റെസ്റ്റോണൊക്കെ ഇതിൽ വെക്കാം. പിസ്റ്റണൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അപ്പുറത്ത് എന്ത് വയ്ക്കാം? അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബുക്കൊക്കെ വയ്ക്കാം. എൻചാൻറ്റിങ് ബുക്കും സാധാ ബുക്കും പേപ്പറും ഒക്കെ നമുക്ക് ഇതിൽ വയ്ക്കാം. ഓക്കെ, എൻചാൻറ്റഡ് ബുക്കും പേപ്പറും ഒക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇതിൽ വയ്ക്കാം നമുക്ക്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് മോബ് ഇവനെ കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ലെതറും റോട്ടൻ ഫ്ലഷൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇതിലിപ്പോൾ എന്തായിട്ട് വെക്കുന്നത്? ഐറ്റം ഫ്രെയിമിൽ ഇപ്പോൾ ഓർച്ചോപ്പ് വെക്കണോ? ഓർച്ചോപ്പാണ്, ലെതർ തന്നെ വയ്ക്കാം. അതാണ് നല്ലത്. ലെതർ തന്നെയല്ലേ നല്ലത്. അടിപൊളിയായിട്ട് നോവ് ടോപ്പ് ചെയ്യണമെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഓർച്ചോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇതന്നെ വയ്ക്കാം. ഓക്കെ, നമുക്ക് നേരെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോവാം. അത് നെതറിന് കിട്ടുന്ന സംഭവമല്ലേ? നെതറിന് കിട്ടുന്ന മാത്രം വയ്ക്കാനുള്ള സ്ഥലം അത്. ഓക്കെ, ഇനി അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. ഇനി ആരെങ്കിലുമൊക്കെ സെർവറിൽ ഉണ്ടാവുമായിരിക്കും. അവരൊക്കെ ഒന്നും പോയി സംസാരിച്ചിട്ട് വരാം. പിന്നെ ഫോക്സിൻ്റെ ബ്രീഡർ നേരെ വന്നാൽ വർക്കാവുന്നില്ല. അതാണ് ക്യൂഫി സഹായിക്കാൻ പോയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് മാക്സിമം പറ്റണവർ ഞാൻ സഹായിച്ചു. എനിക്കറിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജാവയിലൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ തന്നെ സൂപ്പറായി വർക്കാവുന്നുണ്ട്. ഇതിലിപ്പോൾ എന്താണെന്നറിയില്ല, ഉണ്ടാക്കിയത് വർക്കാവണില്ല. എന്തൊക്കെയോ കൂടോത്രം ചെയ്ത ശേഷമാണ് വർക്കാവണത്. അതെന്താണെന്നൊന്നും ഒരു പിടുത്തവുമില്ല. പിന്നെ അപ്പോൾ ഇനി കുറച്ചുകൂടി സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ തന്നെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്ബൊക്കെ അടിക്കുക, എല്ലാവരും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അയണൊക്കെ എത്രയായി നോക്കട്ടെ. അയണൊന്നും അധികം ആയിട്ടില്ല. ഒരു ഡയമണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാരാ ഇതെന്താ ബ്ലോക്ക് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ അവിടെ ഷോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കോൺക്രീറ്റ് കളക്ട് ചെയ്ത് കൊടുക്കും. ഇതെന്താ ബഗ് അടിച്ചാൽ? ഹലോ ഓക്കെ, ഞാൻ ഷോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം തീരുമാനിച്ചു. ഉറച്ച തീരുമാനം, മാറ്റില്ല. ഞങ്ങൾ ക്യാരറ്റിൻ്റെ ഷോപ്പ് ഇടാൻ തീരുമാനിച്ചു. ഗോൾഡൻ ക്യാരറ്റിൻ്റെ ഷോപ്പാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ ഗോൾഡൻ ക്യാരറ്റിൻ്റെ കറക്റ്റ് ഗോൾഡൻ ക്യാരറ്റിൻ്റെ തീമിലാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ബിൽഡും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് ഞങ്ങൾ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടാണ്, കുറേ ഗ്രാവലും സാൻഡും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. പിന്നെ കുറേ കളക്ട് ചെയ്യണം. ഒരു മാക്സിമം 5 സ്റ്റാക്ക് കളക്ട് ചെയ്യണം. ഈ ടീമിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ചാർലിയാണ് ഈ ഗോൾഡൻ ക്യാരറ്റിൻ്റെ ടീമിൽ ഉണ്ടാക്കാൻ പറഞ്ഞത് ചാർലിയാണ്. അത് ഞാൻ ഗോൾഡൻ ക്യാരറ്റിൻ്റെ ടീമിലാക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷോപ്പിൻ്റെ സ്ഥലമൊക്കെ സെറ്റായി. ഷോപ്പിൻ്റെ സ്ഥലം സ്പോണിൽ വലിയൊരു പ്രതിമയില്ലേ സ്റ്റീവിൻ്റെ, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. അത് ഞാൻ കണ്ടിട്ടില്ല ഷോപ്പിൻ്റെ ഏരിയ. അത് ചാർലി കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ എനിക്കറിയില്ല, ഞാനങ്ങോട്ടൊന്നും പോയി നോക്കിയില്ല. ഷോപ്പിൻ്റെ ഏരിയ എന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നോ സ്ഥലമൊക്കെ വല്ല എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്നോ എനിക്കറിയില്ല. മാക്സിമം എനിക്ക് കുറേ കളക്ട് ചെയ്യണം. ഞാൻ ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നീ കുറേ കളക്ട് ചെയ്യാനുണ്ട്. ഇത് മാത്രം പോലെ ഇനി കുറേ ലീഫൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. മാക്സിമം ഒന്ന് കളക്ട് ചെയ്യട്ടെ. ശരി എന്നാൽ. പിന്നെ കളക്ട് ചെയ്ത് പിന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചാർലി അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല കളക്ട് ചെയ്യുന്നത്, ചാർലി ഇപ്പോൾ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ബിൽഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ക്യുഫിയും കൂടി വരും. അപ്പോൾ ക്യുഫിയും കൂടി സഹായിക്കും. പിന്നെ ഷോപ്പിൻ്റെ ബില്ല് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ സൈൻ ബോർഡ് വയ്ക്കുകയാണ്, അണ്ടർ കൺസ്ട്രക്ഷൻ. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഇവിടെ തിന്നാൻ ഗോൾഡൻ ക്യാരറ്റ് ഇല്ല. അപ്പോഴാണ് ഷോപ്പിലും കൂടി വയ്ക്കുന്നത്.
അപ്പോൾ ഞങ്ങളൊരു 10-15 വില്ലേജേഴ്സിനെ നിരത്തി വെച്ച് ഫാമേഴ്സ് ആക്കണം. കമ്പോസ്റ്റർ കൊടുത്ത് ഫുള്ള് ഫാമേഴ്സ് ആക്കിയിട്ട് വേണം എനിക്ക് അവന്മാർക്ക് പണി കൊടുത്ത് അവന്മാരെ ട്രേഡ് ചെയ്ത് മാക്സിമം ആക്കി മാസ്റ്ററാക്കി അവന്മാരുടെ അടുത്തുനിന്ന് ട്രേഡ് ചെയ്ത് വേണം ഷോപ്പ് കൊണ്ടുപോയി വെക്കാൻ. അല്ലാണ്ട് ഗോൾഡ് ഫാമൊന്നുമില്ല. പിന്നെ ബാക്കി വന്ന ഈ സാൻഡൊക്കെ ഞാൻ അടുത്ത് അവിടെ വെക്കട്ടെ, സ്റ്റോറേജ് കൊണ്ട് വെക്കട്ടെ. വെറുതെ കൈ കൊണ്ട് തുറന്ന് ചാവണ്ട. ഒരു സ്റ്റേക്ക് എമറാൾഡ് കൊണ്ടുപോയി കളഞ്ഞ്. എമറാൾഡാണ് ചെയ്യുന്നില്ല. എമറാൾഡ് ബ്ലോക്ക് കൊണ്ടുപോയി ആര് കളഞ്ഞ്? ഞാൻ കളഞ്ഞ്. വെറുതെ മണ്ടബുദ്ധി കാണിച്ചു, ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ നല്ല ലെങ്ത്താണ് കേട്ടോ ഈ വീഡിയോ. ഇപ്പോൾ തന്നെ പറയേണ്ടത് നല്ല ലെങ്ത്താണ് ഈ വീഡിയോ. ഇപ്പോൾ തന്നെ കുറേ ആയി. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ വരാണ്ടിരുന്നത്. തന്നെ പിന്നെ ഈ വീഡിയോ ഞാൻ മാക്സിമം ക്വാളിറ്റിയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ഈ നെറ്റിൻ്റെ ഒരു തേങ്ങ ഉണ്ടാവില്ല. നെറ്റ് എത്ര പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ക്വാളിറ്റിയിൽ വീഡിയോ കാണുക. നല്ല മാക്സിമം ക്വാളിറ്റിയിൽ വീഡിയോ കാണുക. ചാർലിയുടെ ബാക്ക് പോയാലേ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനൊന്ന് ആ ഷോപ്പിൻ്റെ സ്ഥലം എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. സ്പോണെത്തി. പിന്നെ ഇവിടെ സ്റ്റീവിൻ്റെ ബാക്കിലാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ചാർലി പോട്ടെ, ഫ്രണ്ടിൽ പോട്ടെ. ഇപ്പോൾ അവിടെ എവിടെയോ ആണ് ചാർലി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ? അങ്ങോട്ടാണ്. ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വൈബായി ഉണ്ടാവുമോ? ആര് കാണാനാ? ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മൾ വെച്ചാൽ നമ്മളാണ് ആദ്യത്തെ ഷോപ്പ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കിട്ടുമായിരിക്കും, ആരെങ്കിലുമൊക്കെ തരുമായിരിക്കും. അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങാനൊക്കെ വേണം. ചോദിച്ച് വാങ്ങിയില്ലെങ്കിൽ പറ്റില്ല. ഇവിടെയല്ലേ? ഇവിടെ അവിടെയാണ്. സൈൻ ബോർഡൊന്നുമില്ലേ? ഓക്കെ, ഇത് അപ്പുറത്താണ്. കുറച്ചുകൂടി പോകണം, അങ്ങോട്ടാണ്. ഹലോ, എവിടെ? അതെ, അവിടെ സൈൻ ബോർഡുണ്ട്. അപ്പോൾ അവിടെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ടെറാഫോമിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ബിൽഡിൻ്റെ ഒരു ലൈൻ മാത്രം വരച്ചില്ല. അപ്പോൾ തന്നെ ഫുള്ള് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെർവറിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ആയി. ക്രീപ്പർ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ടെറാഫോം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ക്രീപ്പർ വന്നൂന്ന് മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചാണ് ചാറ്റിൽ. അപ്പോഴേക്കും ക്രീപ്പർ വന്ന് പൊട്ടലും കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ടെറാഫോമിങ് കഴിഞ്ഞ് ചെറിയൊരു ഔട്ട്ലൈൻ വരച്ചിട്ടെ ബിൽഡിൻ്റെ നേരിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഞാനത് ചെറിയൊരു ഔട്ട്ലൈൻ വരച്ചിടുകയാണ് ക്യാരറ്റിൻ്റെ ഇതിന് തന്നെ. അപ്പോൾ ഞാൻ അവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കട്ടെ. ഒരു സർക്കിളാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സർക്കിൾ ആകുമെന്ന് എനിക്കറിയില്ല. സർക്കിൾ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എനിക്കാകെ സ്ക്വയർ മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. സർക്കിളായ ആയിട്ടാവും. പകുതി സർക്കിളായി. അപ്പോൾ ഓക്കെ, കുറച്ചു ഇത് കുറച്ചുകൂടി പൊക്കി ഉണ്ടാക്കണം അതോ താഴ്ത്തി ഉണ്ടാക്കണം? എന്നാൽ ശരി, അടുത്ത എപ്പിസോഡ് ഷോപ്പ് സെറ്റാവും. ഓക്കെ, ബൈ.